നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് വയനാട് പൂക്കോടുള്ള വെറ്ററിനറി സർവകലാശാല ഹോസ്റ്റലിൽ നടന്നത്. പോലീസ് ആദ്യം സാധാരണ ആത്മഹത്യ എന്ന രീതിയിൽ മൂടിവെച്ച ഒരു സംഭവമാണ്. ഇപ്പോൾ പോലീസിന് തന്നെ സമ്മതിക്കേണ്ടി വന്നത് അവിടെ നടന്നത് അതിദാരുണമായ സംഭവങ്ങൾ, ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും ആയിരുന്നുവെന്ന്. 18 പേരാണ് പോലീസ് തേടുന്നത്. അതിൽ 7 പേരെ പോലീസ് പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും 11 പേരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. പല കാര്യങ്ങളും പോലീസ് ഇക്കാര്യത്തിൽ മറച്ചുവെക്കുകയും ചെയ്യുന്നുണ്ട്. തൽക്കാലം SFI ഈ 4 പേരെ സസ്പെൻഡ് ചെയ്ത് തല ഊരിയിട്ടുണ്ട്. SFIക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പോലീസ് ചില നാടകം കളിച്ചു എന്ന കാര്യവും വ്യക്തമാവുകയാണ് വയനാട് പൂക്കോട് നടന്ന ഈ സംഭവത്തിൽ. ഇതിന്റെ വിശദാംശങ്ങൾ പകൽ വാർത്തയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുണ്ട്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വയനാട് പൂക്കോട് വെറ്ററിനറി കോളേജിൽ നടന്നത് ഞെട്ടിക്കുന്ന ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും. സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണമായ ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയ SFI നേതാവ് പിടിയിൽ. SFIയെ പേടിച്ച് ദൃക്സാക്ഷികൾ പോലും മിണ്ടിയില്ല. കോളേജ് ഹോസ്റ്റലിനെ വിചാരണ കോടതിയാക്കിയവരെ സസ്പെൻഡ് ചെയ്ത് SFI. കുമ്മനം രാജശേഖരൻ മത്സരത്തിനില്ല. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ. BJPയുടെ ആദ്യ പട്ടിക ഇന്ന്. സംസ്ഥാനത്തെ 4 മണ്ഡലങ്ങൾ പ്രഖ്യാപിക്കും. മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് K. സുധാകരൻ. ജയരാജനെ നേരിടാൻ ശക്തി കുറഞ്ഞ ആളായാലും മതിയെന്ന് മുരളീധരൻ. മത്സരത്തിനില്ലെന്ന് സുധാകരൻ പറഞ്ഞെന്ന് ചെന്നിത്തല. തീരുമാനമായില്ലെന്ന് സതീശൻ. സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്നു. മാസപ്പടി അന്വേഷണത്തിലെ വിജിലൻസിന്റെ മെല്ലെപ്പോക്ക് പിടികൂടി കോടതി. ഉടൻ തന്നെ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്ന് വിജിലൻസ് കോടതി. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ അന്വേഷണം വൈകുന്നത് കോടതിയെ അറിയിച്ചത് മാത്യു കുഴൽനാടൻ. ലോകായുക്ത നിയമ ഭേദഗതി രാഷ്ട്രപതി അംഗീകരിച്ചത് ഗവർണർക്കെതിരെ ഉപയോഗിച്ച് സർക്കാർ. ഗവർണർ അംഗീകരിക്കാത്തത് തെറ്റായിപ്പോയെന്ന് തെളിഞ്ഞെന്ന് P. രാജീവ്. ഗവർണറുടെ മുഖത്തേറ്റാടിയെന്ന് MV ഗോവിന്ദൻ. ലോകായുക്ത പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് പ്രതിപക്ഷം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ വയനാട് പൂക്കോടുള്ള വെറ്ററിനറി സർവകലാശാല ഹോസ്റ്റലിൽ നടന്ന സംഭവങ്ങൾ ഒന്നൊന്നായി പുറത്തു വരികയാണ്. സിദ്ധാർത്ഥന്റേത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന സംശയം ബലപ്പെടുകയാണ്. ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തതല്ല, ഇതൊരു കൊലപാതകമാണ്. SFI ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് ഈ കൊലപാതകം എന്നാണ് ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ആരോപിച്ചത്. ഇപ്പോൾ 18 പേരെയാണ് പോലീസ് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അതിൽ 7 പേർ പിടിയിലായിട്ടുണ്ട്. ഇന്ന് ഒരാൾ പിടിയിലായി. അങ്ങനെ 7 പേരാണ് ആകെ. SFIയെ പേടിച്ച് ആരും ഇക്കാര്യങ്ങൾ പുറത്തു പറഞ്ഞില്ല എന്ന കാര്യമാണ് പുറത്തു വരുന്നത്. അവിടെ ഹോസ്റ്റലിൽ ആൾക്കൂട്ട വിചാരണ നടന്നിരുന്നു. സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു, നഗ്നനാക്കി മർദ്ദിച്ചിരുന്നു. പക്ഷേ ഇതൊന്നും ആരും പുറത്തു പറഞ്ഞില്ല. ഹോസ്റ്റലിലെ ഡീൻ ഇക്കാര്യം അറിഞ്ഞിരുന്നു, ഹോസ്റ്റലിലെ വാർഡൻ അറിഞ്ഞിരുന്നു. പക്ഷേ SFIയുടെ നേതാക്കളുടെ ശക്തമായ താക്കീതുണ്ടായിരുന്നു ഹോസ്റ്റലിലെ ഒന്നും പുറത്തു പറയരുത് എന്ന്. അതുകൊണ്ട് ആരും പുറത്തു പറഞ്ഞില്ല. ഹോസ്റ്റലിൽ നടന്നത് ഭീകര സംഭവമാണെന്ന് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ DYSP പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പല കാര്യങ്ങളും പുറത്തു പറയാൻ മടിക്കുകയും ചെയ്തു. കാരണം അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. SFIയെ സഹായിക്കുവാൻ പോലീസ് ശ്രമിച്ചു എന്ന ശക്തമായ ആരോപണമുണ്ട്. ആദ്യഘട്ടത്തിൽ ആത്മഹത്യയാണ് എന്നാണ് പോലീസ് വിലയിരുത്തിയിരുന്നത്. പിന്നീട് സംഭവങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോഴാണ് കൂടുതൽ അന്വേഷണത്തിന് പോലീസ് തയ്യാറായത്. പ്രതികളിൽ കൂടുതൽ പേരും SFIക്കാരാണ്. ഇവരിൽ പലരെയും പ്രതിപട്ടികയിലേക്ക് ചേർത്തിട്ടില്ല. ഇന്ന് പിടിയിലായ ആളെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്ന് മാത്രമാണ് കൽപ്പറ്റ DYSP പറഞ്ഞത്. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇന്ന് പിടിയിലിരിക്കുന്ന ഒരാളെ പാലക്കാട് നിന്ന് ഇതിനകത്തൊരു പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നേ ഉള്ളൂ. ഇനി 11 നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു 11 പ്രതികളെയാണ് ഇനി കിട്ടാനുള്ളത്. സൂചനകളുണ്ട്. ഈ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടോ? ലുക്കൌട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കുലർ
പോലീസ് ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് വലിയ ക്രൂരമായ ഒരു സംഭവമാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാല ഹോസ്റ്റലിൽ നടന്നത്. ദിവസങ്ങളോളം സിദ്ധാർത്ഥനെ മർദ്ദിച്ചിരുന്നു. ഈ മർദ്ദനത്തിന് കൂട്ടുനിന്ന ആളുകളെ ഉൾപ്പെടെയാണ് ഇപ്പോൾ ഈ 18 പേർ എന്ന രീതിയിൽ പോലീസ് അന്വേഷിക്കുന്നത്. അതിലാണ് 7 പേരെ പിടികൂടിയിട്ടുള്ളത്. അതിൽ 6 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ അവസാനം കസ്റ്റഡിയിലെടുത്ത ആളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 11 പേർ ഇപ്പോഴും എവിടെയാണെന്ന് പോലീസിന് അറിയില്ല. ഇവർക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും കൽപ്പറ്റ ഡിവൈഎസ്പി പറഞ്ഞിരുന്നു. നേരത്തെ ഈ അന്വേഷണം എന്തുകൊണ്ട് വൈകി എന്ന ചോദ്യത്തിന് പോലീസിന് തൃപ്തികരമായ മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളിലേക്ക് ആ പരാതികൾ എത്തിയിരുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞ് ഒഴിയുന്നത്. സിദ്ധാർത്ഥനെതിരെ അവിടെ പരാതി നൽകിയിരുന്നു ഒരു വിദ്യാർത്ഥിനി എന്ന കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽ പെടുത്തി. അത് നേരത്തെ SFI അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, SFIയുടെ നേതാക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പരാതി സിദ്ധാർത്ഥനെതിരെ കിട്ടിയിട്ടില്ല എന്നും കൽപ്പറ്റ ഡിവൈഎസ്പി അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇപ്പോഴും സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ പറയുന്നത് ഇത് ആത്മഹത്യയല്ല, സിദ്ധാർത്ഥൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യുകയില്ല. ക്രൂരമായ മർദ്ദനം സിദ്ധാർത്ഥന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് സിദ്ധാർത്ഥന്റെ ചില കൂട്ടുകാരും ഇതിലുണ്ട്. ഒരു കൂട്ടുകാരനെ ഉപയോഗിച്ച് സിദ്ധാർത്ഥനെ കോളേജിലേക്ക് തിരികെ വിളിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പിന്നീട് ക്രൂരമായി മർദ്ദിച്ചുവെന്നും മാതാപിതാക്കൾ പറയുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ പിതാവായ ജയപ്രകാശിന്റെ പ്രതികരണം കേൾക്കാം. പോലീസ് ഇതിനെ ഒതുക്കി തീർക്കാൻ ശ്രമിച്ചു. അത് ഇപ്പോഴല്ല, അത് ആദ്യ സമയത്ത് അവന്റെ ബോഡി ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന സമയത്ത്, ആ സമയത്ത് ഇതിനെ ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിച്ചു. അവിടെ വെച്ചിട്ട് വൈത്തിരി SI ഇവിടുന്ന് പോയ ആൾക്കാരോട് പറഞ്ഞു, ഇതൊരു ആത്മഹത്യയാണ്, നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾ ബോഡി കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു വേറെ സംശയിക്കേണ്ട കാര്യമില്ല, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഒരു പരാതി അവർ കൊടുത്തു. ഇവിടുന്ന് പോയ ആൾക്കാർ, ഞാൻ പോയിട്ടില്ലായിരുന്നു, ഞാൻ പുറത്തായിരുന്നു, ഗൾഫിലായിരുന്നു ആ സമയത്ത്. ഇവിടുന്ന് പോയ ബന്ധുക്കൾ ഒരു പരാതി കൊടുത്തിട്ട് തിരിച്ചു വന്നു. ആ വരുന്ന സമയത്ത് പൊതുദർശനത്തിന് വച്ചിട്ട് വരുന്ന സമയത്ത് അവിടുത്തെ കുറച്ച് നല്ല സുഹൃത്തുക്കള് ഇവിടുന്ന് പോയ ആൾക്കാർക്ക്, എന്റെ അളിയൻ ഉൾപ്പെടെ പോയത്, അവർ കുറച്ച് ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഈ നമ്പറിൽ വിളിക്കണം, നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാം, സിദ്ധാർത്ഥന്റെ ആത്മഹത്യയല്ല എന്ന് അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമുക്ക് സംശയങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴറിയുന്നത് ക്രൂരമായ റാഗിങ്ങില് 3 ദിവസമായിട്ട് മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് വരെ 3 ദിവസം മുമ്പ് മുതൽ ക്രൂരമായ റാഗിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റൂമിനകത്തിട്ട് ഇവന്റെ സഹപാഠികൾ ഉൾപ്പെടെ പഠിക്കുന്ന റൂംമേറ്റ്സ്, ക്ലാസ്മേറ്റ്സ് മാത്രമല്ല റൂംമേറ്റ്സും പിന്നെ സീനിയേഴ്സ്, സിഞ്ചു എന്ന് പറയുന്ന ഒരു സീനിയർ ഉണ്ട്, അവന്റെ നേതൃത്വത്തിലും സഹപാഠികളും അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ക്രൂരമായി റാഗിയെ കൊന്നു എന്നാണ് പറഞ്ഞത്. അതിന് ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലെല്ലാം കിട്ടിയിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ഈ വിവരം കിട്ടിയതിന് ശേഷമാണ് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചത്. അതാണ് അത്ഭുതം. ആദ്യം പോലീസ് ഇത് വെറും ആത്മഹത്യ എന്ന രീതിയിൽ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്താൻ പോലീസ് തയ്യാറായതുമില്ല. അതുമാത്രമല്ല, ഇപ്പോഴും പ്രതികളെ പൂർണ്ണമായിട്ടും പിടികൂടുവാനായിട്ട് പോലീസ് എത്രമാത്രം ശ്രമിക്കുന്നു എന്ന കാര്യത്തിലും സംശയം നിലനിൽക്കുകയാണ്. അതേസമയം SFIക്ക് നേരിട്ട് ഇക്കാര്യത്തിൽ പങ്കാളിത്തം ഇല്ല എന്നും SFI അനുഭാവികളായ ചിലർ ഉണ്ട്, അവരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നുമാണ് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറഞ്ഞത്. ആർഷോയുടെ വാക്കുകളിലേക്ക്. ആരോപിക്കുന്ന ആളുകൾക്ക് എന്തും ആരോപിക്കാം. ഇതിനകത്ത് ഈ 18ഓളം വരുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. അതിനകത്ത് 4 SFIയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ആ ആളുകളെ ഞങ്ങൾക്ക് പുറത്താക്കാൻ വേണ്ടി കഴിയും. SFI ഇല്ലാത്ത ആളുകളെ നമുക്ക് പുറത്താക്കാൻ വേണ്ടി കഴിയില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിദാരുണമായിട്ടുള്ള, ഒരിക്കലും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത വിഷയമാണ്. വളരെ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ്. വലിയ ആക്രമണം ആ വിദ്യാർത്ഥിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും ഇതിനകത്ത് ഒരു SFI പ്രവർത്തകൻ എന്നല്ല, ഒരു വിദ്യാർത്ഥിയും ചെയ്യാൻ വേണ്ടി പാടില്ലാത്ത നിലയിലുള്ള ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. അതിനകത്ത് ഞങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളോട് ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു 4 പേരുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. അത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകും. ആളുകളെ ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്ക് നേരെയും ശക്തമായിട്ടുള്ള അന്വേഷണവും ശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകണം. ഒരു ഘട്ടത്തിലും ഈ നിലക്കുള്ള സമാനമായിട്ടുള്ള സംഭവം, സമാനമായിട്ടുള്ള ഒരു ആക്രമണം, റാഗിംഗ് ഉൾപ്പെടെ ക്യാമ്പസുകൾക്കകത്ത് ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഭാഗം. 4 പേരാണ് SFIയുടെ അനുഭാവികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് PM ആർഷോ തന്നെ സമ്മതിക്കുന്നത്. പക്ഷേ അതിൽ 2 പേർ SFIയുടെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. ആ ക്യാമ്പസിലെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയാണ് ഒരാൾ, മറ്റൊരാൾ അവിടുത്തെ യൂണിയന്റെ പ്രസിഡന്റാണ്. ഈ 2 പേരും ഉണ്ട് എന്നുള്ള കാര്യം പോലീസും സമ്മതിച്ച കാര്യമാണ്. ഇവർക്കെതിരെയും ശക്തമായ നടപടി
പോലീസിന്റെ നടപടി വേണം എന്നുള്ള ആവശ്യം ശക്തമാക്കുകയാണ് മറ്റു വിദ്യാർത്ഥി സംഘടനകൾ ഇന്ന് ക്യാമ്പസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ജിൻസ് ചേരുന്നുണ്ട് കൽപ്പറ്റയിൽ നിന്ന്. ജിൻസ്, എന്താണ് ഏറ്റവും പുതിയ വിവരം? എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് കൂടുതലായിട്ട് പറയുന്നുണ്ടോ? ഈ ഒളിവിലുള്ള ആളുകൾ എവിടെയാണെന്നുള്ള ഒരു സൂചനയും ഇല്ലെന്നാണല്ലോ പോലീസ് ഏറ്റവും ഒടുവിൽ കൽപ്പറ്റ ഡിവൈഎസ്പി പറയുന്നത്. ഇന്ന് ക്യാമ്പസിന് മുന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്? ആരൊക്കെയാണ് പ്രതിഷേധ പ്രകടനം നടത്തുന്നത്? മഞ്ജുഷ്, മരിച്ച സിദ്ധാർത്ഥിനെ റാഗിംഗ് ചെയ്തതിലും ക്രൂരമായി മർദ്ദിച്ചതിലും മുഖ്യ പങ്കുണ്ട് എന്ന് കരുതുന്ന അഖിലിനെയാണ് അന്വേഷണ സംഘം ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തത്. ഒളിവിലായിരുന്ന പ്രതിയെ പാലക്കാട് നിന്നാണ് പിടികൂടിയത്. ഈ കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് പങ്കെടുത്ത ആളാണ് ഇയാളെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് ഉച്ചയോടുകൂടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള കൽപ്പറ്റ ഡിവൈഎസ്പി TN സജീവ് മാധ്യമങ്ങളോട് അറിയിച്ചത്. ആദ്യം പ്രതി ചേർത്ത 12 പേരിൽ ഒരാളായിരുന്നു അഖിൽ. മറ്റു പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ ഇറക്കുമെന്നും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമേ മറ്റു വിവരങ്ങൾ ലഭ്യമാകുള്ളൂ എന്നാണ് ഡിവൈഎസ്പി മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം തന്നെ ഈ കോളേജിൽ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനവും അരങ്ങേറി എന്ന് പോലീസ് ഇന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ 6 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്തത്. ഇതിൽ ഒരാൾ SFI യൂണിറ്റ് ഭാരവാഹിയാണ് എന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. അറസ്റ്റിലായ ഇടുക്കി സ്വദേശി CS അഭിലാഷ് SFI യൂണിറ്റ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ കേസിൽ ഒളിവിലായിട്ടുള്ള K അരുൺ SFI യൂണിറ്റ് പ്രസിഡന്റാണ്. അറസ്റ്റിലായ തിരുവനന്തപുരം സ്വദേശി രാഹൻ ബിനോയാണ് ഈ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തിയത് എന്നുള്ളത് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. രഹൻ അന്വേഷണ സംഘത്തിൽ സിദ്ധാർത്ഥിന്റെ സഹപാഠിയാണ്. ഇയാളാണ് ഈ സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തുകയും പിന്നീട് ഹോസ്റ്റലിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവുകയും ചെയ്തത്. 3 മണിക്കൂറിലധികം തുടർച്ചയായി ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് അന്വേഷണത്തിൽ നിലവിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികളെ പിടികൂടാത്തതിൽ, മുഖ്യ പ്രതികളായിട്ടുള്ള 11 പേരെയും പിടികൂടാത്തതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുയരുന്നുണ്ട്. ഇന്ന് ഈ പോലീസിന്റെ ഒത്തുകളിയാണ് ഈ പ്രതികളെ പിടികൂടാത്തത് എന്ന് ആരോപിച്ചുകൊണ്ട് SFI ഇതര വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ സമരരംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ക്യാമ്പസിലേക്ക് MSF മാർച്ച് നടത്തിയിരുന്നു. ഇന്ന് 3 മണിയോടെ ABVP-യും അതുപോലെ തന്നെ KSU-യും മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിൽ കടക്കുന്നത്. അതേസമയം തന്നെ ഈ പ്രതികളെ പിടികൂടാനുള്ള ഒളിവിലായിട്ടുള്ള പ്രതികളെ പിടികൂടാനുള്ള ഊർജിത നീക്കമാണ് നിലവിൽ നടക്കുന്നത് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശരി ജിൻസ്, എന്തായാലും ഈ കാര്യത്തിൽ പോലീസ് ഉണർന്ന് പ്രവർത്തിക്കേണ്ടി വരും. ഇത് അതിദാരുണമായ ഒരു സംഭവമാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയുടെ ക്യാമ്പസിൽ നടന്നത്, അവിടുത്തെ ഹോസ്റ്റലിൽ നടന്നത്. ഇക്കാര്യം ആയിരുന്നിട്ട് കൂടി ആരും ഇക്കാര്യം പുറത്തു പറഞ്ഞില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അത് SFIയുടെ നേതാക്കൾ ഇക്കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ പുറത്തു പറഞ്ഞാൽ അത് പ്രശ്നമാകും എന്ന പേടി കൊണ്ടാണ് എന്നാണ് ഇവർ രഹസ്യമായിട്ടെങ്കിലും പറയുന്നത്. സിദ്ധാർത്ഥിന്റെ മരണശേഷമാണ് ഇക്കാര്യം മാതാപിതാക്കളെ അറിയിക്കാൻ ഇവർ തയ്യാറായത്. അപ്പോൾ ഈ ഹോസ്റ്റലിലെ അധികൃതരും അതുപോലെ തന്നെ അധ്യാപകരും എല്ലാം ഇക്കാര്യത്തിൽ ഉത്തരവാദികളായി മാറുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നാണ് പുറത്തു വരാൻ പോകുന്നത്. ഇന്ന് വൈകിട്ടാണ് ഡൽഹിയിൽ നിർണായകമായ യോഗം ചേരുന്നത്. അതിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലെ 100ഓളം സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പുറത്തു വരുന്നത്. ഇതിൽ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട 4 മണ്ഡലങ്ങളും ഉൾപ്പെടും. തിരുവനന്തപുരം ഈ ലിസ്റ്റിൽ ഉണ്ടാവും, പത്തനംതിട്ട ഉണ്ടാവും, പാലക്കാട് ഉണ്ടാവും, തൃശ്ശൂർ ഉണ്ടാകും. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ് എന്ന കാര്യം ഉറപ്പാണ്. C കൃഷ്ണകുമാറാണ് പാലക്കാട് എന്നുള്ള കാര്യവും ഉറപ്പാണ്. പക്ഷേ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളായി വരുന്നത് എന്ന കാര്യത്തിൽ സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ശശി തരൂരിനെ നേരിടാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ ഏകദേശ ധാരണയായി കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് മാത്രമാണ് ഇപ്പോൾ ചർച്ചയിൽ ഉള്ളത്. അവസാന നിമിഷം എന്തെങ്കിലും അപ്രതീക്ഷിത കാര്യങ്ങൾ സംഭവിച്ചാലേ ഇനി രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള പേരിന് മാറ്റമുണ്ടാകാൻ സാധ്യതയുള്ളൂ. തിരുവനന്തപുരത്ത് പത്തനംതിട്ടയിലും ചിലപ്പോൾ PC ജോർജിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അനിൽ ആന്റണിയുടെ പേരും പരിഗണിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. എന്തായാലും കാത്തിരിക്കാം ആരാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാൻ പോകുന്നത്. ഇപ്പോഴത്തെ വിവരമനുസരിച്ച് രാജീവ് ചന്ദ്രശേഖറാണ് ശശി തരൂരിനെ നേരിടാൻ തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത്. അതേസമയത്ത് തന്നെയാണ് കുമ്മനം രാജശേഖരൻ. നേരത്തെ ശക്തമായ പോരാട്ടം തിരുവനന്തപുരത്ത് കാഴ്ചവെച്ച കുമ്മനം രാജശേഖരൻ ഇത്തവണ മത്സര രംഗത്തേക്കില്ല എന്നുള്ള വിവരവും വരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രഞ്ജിത്ത്, രാജീവ് ചന്ദ്രശേഖർ ഉറപ്പിച്ചിട്ടുണ്ടോ തിരുവനന്തപുരത്ത്? ആർക്കും ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വരുന്നില്ലല്ലോ. നേതാക്കളോട് സംസാരിക്കുമ്പോൾ അവരും പറയുന്നത് ഡൽഹിയിൽ നിന്നുള്ള അവസാന പട്ടിക വന്നാലേ
എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നറിയാൻ വഴിയുള്ളൂ എന്നാണല്ലോ. എന്താണ് ഏറ്റവും പുതിയ വിവരം? കുമ്മനം ഉണ്ടാവില്ലേ? തീർച്ചയായും മഞ്ജുഷ, ഈ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുടെ ഒരു പ്രത്യേകത, കേന്ദ്ര നേതൃത്വം നേരിട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. സംസ്ഥാന നേതൃത്വത്തിന് ഒരു പേര് നിർദ്ദേശിക്കാൻ പോലുമുള്ള തരത്തിലുള്ള പരിഗണന ഇല്ല എന്നുള്ളതാണ്. കാരണം കേന്ദ്ര നേതൃത്വം നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുന്നു. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പ്രസക്തമാകുന്നത്. ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന പേരും ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാകുന്ന പേരും രാജീവ് ചന്ദ്രശേഖരൻ തന്നെയാണ്. മറ്റു രണ്ട് പേരുള്ളത് നിർമ്മലാ സീതാരാമനും എസ് ജയശങ്കറുമാണ്. നിർമ്മലാ സീതാരാമന്റെയും ജയശങ്കറിന്റെയും പേര് ഇപ്പോഴും പാർട്ടി വൃത്തങ്ങളിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര പാർലമെന്ററി മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റാണ്. ഈ ഇരുവരും ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും മത്സരിക്കണം എന്ന തരത്തിലുള്ള പ്രസ്താവന, മത്സരിക്കും എന്ന പ്രസ്താവന അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് BJP പ്രവർത്തകർക്കിടയിൽ, കുറഞ്ഞപക്ഷം തിരുവനന്തപുരത്തെ നേതാക്കൾക്കിടയിലെങ്കിലും ഒരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനപ്പുറം നിർമ്മലാ സീതാരാമനും അതിനപ്പുറം രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ഇവിടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത വന്നിട്ടുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ ഇവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്ന വിവരങ്ങളും BJP വൃത്തങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. നമുക്കറിയാം തരൂരാണ് ഇവിടെ സ്ഥാനാർത്ഥി. തരൂരിനെ നേരിടാൻ അത്തരത്തിലുള്ള ഒരു ടെക്നോക്രാറ്റ് തന്നെ വരണം എന്നുള്ള നിർബന്ധം കേന്ദ്ര നേതൃത്വത്തിലുണ്ട്. അതിന്റെ ഭാഗമായാണ് രാജീവിന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരനായിരുന്നു മത്സരരംഗത്ത്. 1 ലക്ഷത്തിൽ പരം വോട്ടുകൾക്കാണ് തരൂരിനോട് തോറ്റത്. കുമ്മനത്തിന്റെ പേരും പരിഗണനയിലുണ്ട് എങ്കിൽ പോലും ഇത്തവണ കുമ്മനം മത്സരത്തിലുണ്ടാവില്ല എന്നാണ് BJP വൃത്തങ്ങൾ നൽകുന്ന സൂചന. കുമ്മനം, കൃഷ്ണദാസ് പോലെയുള്ള മുതിർന്ന നേതാക്കൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകണം എല്ലാ മണ്ഡലങ്ങളിലും എന്നുള്ള സൂചനകൾ, നിർദ്ദേശം RSS നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ കുമ്മനത്തിന്റെ പേര് കൊല്ലത്ത് പരിഗണിച്ചിരുന്നു. പക്ഷേ കൊല്ലത്ത് ഇപ്പോൾ സജീവമായി പരിഗണനയിലുള്ളത് ശോഭാ സുരേന്ദ്രനാണ്. പക്ഷേ ശോഭയ്ക്ക് കോഴിക്കോട് മത്സരിക്കാൻ താല്പര്യമുണ്ട്. അവിടെ MD രമേശനാണ് പാർട്ടി നൽകുന്ന സാധ്യത. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ കൊല്ലത്ത് മത്സരിക്കേണ്ടി വരും. ആറ്റിങ്ങൽ ഇന്ന് പുറത്തു വരുന്ന മണ്ഡലങ്ങളിൽ ഇന്ന് തിരുവനന്തപുരവും അതുപോലെ തന്നെ പത്തനംതിട്ടയും പാലക്കാടും തൃശ്ശൂരുമാണല്ലോ. തൃശ്ശൂരും പാലക്കാടും അറിയാനില്ല, സുരേഷ് ഗോപിയും C കൃഷ്ണകുമാറും. പക്ഷേ പത്തനംതിട്ട ഇപ്പോഴും ചർച്ചാ വിഷയമാണല്ലോ. PC ജോർജ് അല്ലാതെ മറ്റൊരാൾ ഉണ്ടാവുമോ അവസാന പട്ടിക വരുമ്പോൾ? PC ജോർജുമായി ബന്ധപ്പെട്ട കാര്യം, PC ജോർജിന് മത്സരരംഗത്ത് PC ജോർജിന് മത്സരിക്കാനുള്ള തരത്തിലുള്ള സൂചനകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് PCയുടെ അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത്. ഒപ്പം BJP വൃത്തങ്ങളും വ്യക്തമാക്കുന്നത് അനിൽ ആന്റണിയുടെ പേര് പത്തനംതിട്ടയിൽ സജീവമായി പരിഗണിക്കുന്നുള്ളതാണ്. നമുക്കറിയാം അനിൽ ആന്റണി BJPയുടെ പ്രധാന മുഖമാണ് ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ. AK ആന്റണിയുടെ മകനാണ്, ന്യൂനപക്ഷ മുഖമാണ്. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവായി അനിൽ ആന്റണി മാറിയിട്ടുണ്ട്. BJPയിൽ ഇപ്പോൾ പരിഗണന ലഭിക്കുന്ന യുവ നേതാക്കളിൽ ഒരാളായി അനിൽ ആന്റണി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്ത്യൻ വോട്ടുകൾ BJP പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. PC ജോർജ് മത്സരിക്കണം എന്ന നിലപാട് കർശനമാക്കിയാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ അനിൽ ആന്റണിയുടെ പേര് മാറുക. പക്ഷേ PCക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള അക്കോമഡേഷൻ പാർട്ടി നൽകിയാൽ, ഒപ്പം ഷോൺ ജോർജിന് മാത്രത്തിലുള്ള പരിഗണന പാർട്ടി നൽകിയാൽ PC പത്തനംതിട്ടയിൽ നിന്ന് മാറാൻ സന്നദ്ധനാണ് എന്നുള്ള സൂചനകളും ലഭ്യമാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ തോമസ് ഐസക്ക്, ഒപ്പം സിറ്റിംഗ് MP കൂടിയായ പത്തനംതിട്ട കോൺഗ്രസ് MP അടക്കമുള്ള 3 പേരുടെ ഒരു ശക്തമായ ത്രികോണ മത്സരം അനിൽ ആന്റണിയോട് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് BJP പ്രതീക്ഷിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാന പുതിയ വിവരമായി വരുന്നത്. മറ്റൊന്ന്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി പ്രചരണം ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥം ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മഞ്ജുഷ പറഞ്ഞവിടെ 4 മണ്ഡലങ്ങളിലെങ്കിലും, ഒപ്പം BDJSന്റെ കോട്ടയം അടക്കമുള്ള, കോട്ടയത്തെ BDJSന്റെ തുഷാർ വെള്ളാപ്പള്ളിയാകും. തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള 2 മണ്ഡലങ്ങൾ കൂടി ചേരുമ്പോൾ 6 മണ്ഡലങ്ങളുടെ പ്രഖ്യാപനം നാളെ ഉണ്ടാകുമെന്നുള്ളതാണ്. അന്തിമ തീരുമാനം 100-120 മണ്ഡലങ്ങളിലെ അന്തിമ തീരുമാനം BJPയുടെ സെൻട്രൽ കമ്മിറ്റി ഇന്ന് എടുക്കും എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസിന് വേണ്ടി വയനാട്ടിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണോ വയനാട്ടിൽ നടക്കാൻ പോകുന്നത്? ഈ ശോഭയുടെ പേര് അങ്ങോട്ടും പരിഗണിക്കുന്നില്ലേ? തീർച്ചയായും വയനാട്ടിലും ആ പരിഗണന ഉണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളിയാണ് അവിടെ മത്സരിച്ചത്. തുഷാറിനെ പോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമായ ഒരാളെ മത്സരിപ്പിക്കണം എന്നുള്ള തീരുമാനം BJPയുടെ ഭാഗത്തുനിന്നുണ്ട്. ആ തരത്തിലുള്ള നീക്കങ്ങളും BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത സംസ്ഥാന നേതാക്കൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് പ്രധാനം. കാരണം നമുക്കറിയാം മഞ്ജുഷ, 100-120 സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും. ഉത്തർപ്രദേശിലെ അടക്കമുള്ളവരാണ്. ബോളിവുഡ് താരങ്ങളെ പോലും പരിഗണിക്കുന്നുണ്ട് എന്ന സൂചനകൾ ദേശീയ തലത്തിൽ നിന്ന് വരുന്നുണ്ട്. അതിന്റെ ഭാഗമായിരിക്കും കേരളത്തിലെ പ്രഖ്യാപനം എന്നുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ നേതാക്കൾക്ക് പോലും അക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പക്ഷെ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം രാജീവ് ചന്ദ്രശേഖർ അവിടെ ഉണ്ടാകും. ഒപ്പം ആലപ്പുഴയിലെ കാര്യം കൂടെ പറഞ്ഞു വെക്കണം. ആലപ്പുഴയിൽ 2 പ്രധാന പേരുകൾ പരിഗണിക്കുന്നുണ്ട്. അതിലൊന്ന് രഞ്ജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷയുടേതാണ്. ലിഷയുടെ പേര് ലിഷ BJP തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. RSS നിർബന്ധിച്ചാൽ ലിഷ മത്സരിക്കുമെന്നാണ് സൂചനകൾ. സന്ദീപ് വചസ്പതിയാണ് മറ്റൊരു പേരായി പ്രധാനമായും പരിഗണനയ്ക്ക് വരുന്നത്. ലിഷ മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ചാൽ ഒരുപക്ഷെ സന്ദീപ് അവിടെ സ്ഥാനാർത്ഥിയായേക്കും എന്നുള്ള വിവരങ്ങൾ
വിവരങ്ങളുമുണ്ട്. ഒപ്പം ഈ പ്രഫുൽ കൃഷ്ണന്റെ പേര് വടകരയിൽ പരിഗണിക്കുന്നുണ്ട്. മലപ്പുറത്ത് അബ്ദുള്ളക്കുട്ടി മത്സരിക്കുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. എറണാകുളത്ത് ഒരുപക്ഷെ പത്തനംതിട്ടയിൽ അനിൽ ആന്റണി ആണ് എങ്കിൽ എറണാകുളത്ത് അനിൽ ആന്റണി പത്തനംതിട്ട അല്ലെങ്കിൽ എറണാകുളത്താണ് പരിഗണിക്കാനുള്ള മറ്റൊരു സ്ഥലം. അങ്ങനെയാണെങ്കിൽ എറണാകുളത്ത് അനിൽ ആന്റണി മത്സരിച്ചില്ല എങ്കിൽ എൻ രാധാകൃഷ്ണന്റെ പേര് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഇടുക്കി BDJSന്റെ സീറ്റാണ്. മാവേലിക്കരയിൽ BDJSന്റെ പ്രതിനിധിയായി കലാശാല ബൈജു മത്സരിക്കുമെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. ചാലക്കുടിയും BDJSനാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് BJP കടക്കുന്നു. ഏതായാലും നാളെ രാവിലെ മാത്രമാകും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ശരി രഞ്ജിത്ത്, വൈകിട്ടാണ് പാർലമെന്ററി ബോർഡ് യോഗം ചേരുന്നത്. എന്തായാലും അതൊക്കെ കഴിഞ്ഞ് പട്ടികയൊക്കെ പൂർത്തിയായി നാളെ രാവിലെയോടുകൂടി 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് അന്തിമമായി അറിയുവാൻ കഴിയും. ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് പോവുകയാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് ഇന്ന് ചേർന്നത്. അതിനിടെയാണ് കെ സുധാകരൻ കണ്ണൂരിൽ ഇനി മത്സരത്തിനില്ല എന്നുള്ള കാര്യത്തിലേക്ക് പോകുന്നത്. പകരം ഒരു നോമിനിയായി ജയന്തിന്റെ പേര് നിർദ്ദേശിച്ചു എന്നുമാണ് വാർത്ത പുറത്തു വന്നത്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും നടത്തിയത്. നേരത്തെ കെ സുധാകരൻ മത്സരത്തിനില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല ഇന്ന് അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെയാണ് കെ മുരളീധരൻ പറഞ്ഞത്. കണ്ണൂരിൽ കെ സുധാകരന്റെ ആവശ്യം ഇല്ല, അതിനേക്കാൾ ശക്തി കുറഞ്ഞ ഒരു സ്ഥാനാർത്ഥി മതി MV ജയരാജനെ തോൽപ്പിക്കാൻ. ഈ ഒരു പ്രതികരണമാണ് കെ മുരളീധരൻ നടത്തിയത്. അതായത് കെ സുധാകരൻ ഇല്ലെങ്കിലും MV ജയരാജനെ തോൽപ്പിക്കുവാൻ കഴിയും എന്നുള്ള ഒരു സൂചന നൽകുന്നു. അതുകൂടി കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നില്ല, അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന വിവരമാണ് ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ VD സതീശൻ ഇക്കാര്യം നിഷേധിക്കുകയുണ്ടായി. സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുന്നതിനിടെ അദ്ദേഹം മാധ്യമങ്ങളുമായി സംസാരിച്ചിരുന്നു പുറത്തു വന്ന്. അതിൽ VD സതീശൻ പറഞ്ഞത് ഇതൊക്കെ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നില്ല എന്നുള്ള കാര്യം പ്രചരിപ്പിക്കുന്നത് LDF ആണ് എന്നുള്ള വിമർശനവും VD സതീശൻ ഉന്നയിച്ചു. ഇതുവരെ രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന് തന്നെയാണ് സംസ്ഥാന കോൺഗ്രസിന് കിട്ടിയിരിക്കുന്ന വിവരം എന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്തായാലും കണ്ണൂരിൽ മത്സരിക്കുവാൻ കെ സുധാകരൻ മടിക്കുകയാണ്. KPCC പ്രസിഡന്റായി തുടരാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ജയരാജനെതിരെ ശക്തി കുറഞ്ഞയാൾ മതിയെന്ന് കെ മുരളീധരൻ പറയുന്നു. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് ഇന്ന് ചേരുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഡാൻ കുര്യൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ഏതൊക്കെ പേരുകൾ ഉയർന്നു വന്നു? ഇതിൽ എന്തെങ്കിലും മാറ്റം ഈ MPമാരുടെ കാര്യത്തിൽ സംഭവിക്കുമോ? കെ സുധാകരൻ മത്സരിക്കുമോ? ഇതൊക്കെ ഉള്ളുവല്ലോ ആകാംക്ഷ. എന്താണ് ഏറ്റവും പുതുതായിട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മഞ്ജുഷ, നേരത്തെ വയനാടിന്റെയും ആലപ്പുഴയുടെയും കാര്യത്തിൽ മാത്രമായിരുന്നു അനിശ്ചിതത്വവും തർക്കങ്ങളും നിലനിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ആ തർക്കങ്ങൾ പത്തനംതിട്ടയിലേക്കും കണ്ണൂരിലേക്കും കൂടി വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. KPCC അധ്യക്ഷൻ മത്സരിച്ചേക്കുമെന്ന തരത്തിലുള്ള സൂചനകളൊക്കെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളൊക്കെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അത്തരത്തിൽ കെ സുധാകരന് ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവസാന വാക്ക് കെ സുധാകരൻ്റേത് തന്നെയാകും. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്ഥാനാർത്ഥിയാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു ധാരണയിലേക്ക് എത്തുക എന്ന വിലയിരുത്തലും അന്നുണ്ടായിരുന്നു. അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഹൈക്കമാൻഡ് നേതൃത്വത്തെ തന്നെ മത്സരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കെ സുധാകരൻ അറിയിച്ചിട്ടുണ്ട് ഇതിനോടകം. അദ്ദേഹം പറയുന്നത് ഇരു പദവികളും ഒരുമിച്ച് വഹിച്ചുകൊണ്ട് പോകുന്നതിലെ പ്രായോഗികമായ തടസ്സം തന്നെയാണ്. ആ ഒരു തടസ്സം പരിഗണിച്ചുകൊണ്ട് കണ്ണൂരിലേക്ക് മറ്റൊരാളെ നിർദ്ദേശിക്കുന്ന സാഹചര്യമുണ്ടായാൽ ആരാണ് ഉചിതമായ സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ച കൃത്യമായ ഒരു പട്ടിക കണ്ണൂരിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ പല പേരുകൾ യുവമുഖങ്ങളടക്കം പറഞ്ഞു കേൾക്കുന്നു. പക്ഷേ കൃത്യമായ ധാരണയിലേക്ക് എത്തിയിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ച പോലെ കെ ജയന്തിന്റെ പേര് ഒരു വശത്ത് അദ്ദേഹം തന്നെ മുമ്പോട്ട് വെച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത് കൃത്യമായി അദ്ദേഹം നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്നാണ് കെ സുധാകരനുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. മാത്രവുമല്ല, കെ ജയന്തിനെ മത്സരിപ്പിച്ചാൽ പ്രാദേശികമായും ജില്ലാ തലത്തിലും ചില എതിർപ്പുകൾ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നും കെ സുധാകരന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പേരായിട്ട് മുമ്പോട്ട് വെക്കുന്നതിന് പകരം മികച്ച സ്ഥാനാർത്ഥികളുടെ ഒരു പട്ടിക തന്നെ കണ്ണൂരിന് വേണ്ടി സമർപ്പിച്ചേക്കാം. അതിൽ നിന്ന് ഒരാളെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ തന്നെയാണ് സാധ്യത. അവിടെ കൃത്യമായി യുവ നേതാക്കളുടെ അടക്കം യൂത്ത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ അടക്കം പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഒരു പേരിലേക്ക് നമുക്ക് ഇതിനോടകം എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസമെന്നാണ്. പക്ഷേ ദേശീയ നേതാക്കൾ കൃത്യമായ ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് ആ വിഷയത്തിൽ എത്തിയിട്ടില്ല. രാഹുൽ മത്സരിച്ചാൽ അത്
ഇത് ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്ന വിലയിരുത്തലിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിലെ പ്രബലമായ വിവാഹമുള്ളത്. എന്തായാലും സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ തയ്യാറാക്കുന്ന സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പട്ടിക അത് ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം 3-ാം തീയതി കേരള നേതൃത്വവുമായി ഹൈക്കമാൻഡിന്റെ കൂടിക്കാഴ്ച അത് ഡൽഹിയിൽ വെച്ചാണ് നടക്കുക. ഏതാണ്ട് 3-4 ദിവസത്തിനകത്ത് കോൺഗ്രസിന്റെ 16 സ്ഥാനാർത്ഥികൾ ആരായിരിക്കും, സിറ്റിംഗ് MP ആയിരിക്കുമോ അതോ അവരിൽ ചിലർക്ക് മാറ്റമുണ്ടാകുമോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് കരുതപ്പെടുന്നത്. ശരി ഡാൻ, എന്തായാലും കണ്ണൂരിൽ സസ്പെൻസ് നിലനിൽക്കുകയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുമോ എന്ന കാര്യത്തിലും ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുകയാണ്. അതോടൊപ്പമാണ് പത്തനംതിട്ട കൂടി ആ പട്ടികയിലേക്ക് വരുന്നത്. എന്തായാലും സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുവാൻ താല്പര്യമില്ല എന്ന നിലപാടിലാണ് ഇപ്പോഴും. ഇക്കാര്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ രമേശ് ചെന്നിത്തല സംസാരിച്ചിരുന്നു. ആദ്യം രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ കൂടി കേൾക്കാം. അല്ല, ഇതിപ്പോ സ്ക്രീനിംഗ് കമ്മിറ്റി കൂടുമ്പോൾ ആ കാര്യങ്ങളൊക്കെ വ്യക്തമാകും. APCC പ്രസിഡന്റ് ഞങ്ങളോട് നേരത്തെ പറഞ്ഞാൽ ഞാൻ മത്സരിക്കാനില്ല എന്നുള്ളതാണ്. മത്സരിക്കാൻ താല്പര്യമില്ല, 2 പദവികൾ കൂടി ഒരുമിച്ച് വഹിക്കുന്നതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല, സമയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നുള്ളത് സത്യമാണ്. സ്ക്രീനിംഗ് കമ്മിറ്റി കൂടി കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അല്ല, അതെല്ലാം കാര്യങ്ങൾ പോലീസ്, നമ്മുടെ പാർട്ടിയുടെ ഇലക്ഷൻ കമ്മിറ്റിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും ശരി, കേരളത്തിൽ UDF-ന് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ അഴിമതി ഗവൺമെന്റിനെതിരായി ജനങ്ങൾ ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നു. കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളും UDF-ന് അനുകൂലമായി വോട്ട് ചെയ്യും. വളരെ നല്ല. LDF-ഉം CPM-ഉം ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ K. സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് ലീഗിനെ പറ്റിക്കലായി പോയി എന്നാണ് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞത്. നേരത്തെ ലീഗ് 3-ാമത്തെ സീറ്റ് വേണം എന്ന ആവശ്യം ഉന്നയിച്ച് നടന്ന സമയത്ത് കണ്ണൂരിൽ K. സുധാകരന് മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന രീതിയിലായിരുന്നു വാർത്തകൾ. പക്ഷേ ഇപ്പോൾ 2 സീറ്റ് ലീഗിന് ഉറപ്പിച്ചതിന് ശേഷം ലീഗിന്റെ 3-ാം സീറ്റ് ലീഗിന് കൊടുക്കില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ ഇപ്പോൾ K. സുധാകരൻ കണ്ണൂരിലേക്കില്ല എന്ന് പറയുന്നത് ലീഗിനെ പറ്റിക്കലായി പോയി എന്ന് EP ജയരാജൻ പറയുന്നു. ജയരാജന്റെ വാക്കുകളിലേക്ക്. ലീഗ് എവിടെ ചെന്നെത്തിയിരിക്കുകയാണ്? അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. അവരുടെ ഒരു യുവജന നേതാക്കളെയും അവർക്ക് പരിഗണിക്കാൻ കഴിഞ്ഞില്ല. കണ്ണൂർ സീറ്റ് വന്നപ്പോൾ അത് ലീഗിന് കൊടുക്കേണ്ടി വരും എന്നൊരു അഭിപ്രായം ഉയർന്നു വന്നപ്പോൾ സുധാകരൻ മത്സരിക്കുന്നു, നിലവിലുള്ള MP മത്സരിക്കുന്നു എന്ന നിലപാട് സ്വീകരിച്ച് അവരെ പുറത്താക്കി. അവരുടെ 2 സീറ്റ് പ്രഖ്യാപിക്കുന്നവരെ കാത്തുനിന്നു. അതിൽ ഒതുക്കി വെക്കുകയാണ്. ഇത് മുസ്ലിം ലീഗിന്റെ പിന്നിൽ അണിനിരുന്ന ബഹുജനങ്ങൾ ആലോചിക്കണം. മുസ്ലിം ലീഗ് ആലോചിക്കണം. ഇങ്ങനെ ഒരു ആശ്രയ ജീവിതം വേണോ? ആശ്രയിച്ചൊരു പാർട്ടിക്ക് എത്ര കാലം നിലനിന്ന് പോകാൻ കഴിയും എന്ന് ലീഗ് ചിന്തിക്കുന്നത് അവർക്ക് നല്ലതാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ലോകായുക്ത ഭേദഗതി ബിൽ രാഷ്ട്രപതി അംഗീകരിച്ചതോടുകൂടി ഇത് ഗവർണർക്കെതിരെ ആയുധമാക്കുകയാണ് ഇപ്പോൾ CPM-ഉം സർക്കാരും. നേരത്തെ ഗവർണർ ബിൽ ഒപ്പുവെക്കാതെ രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. ഇത് ഏറെ വിവാദമായ സംഭവമാണ്. പക്ഷേ രാഷ്ട്രപതി അംഗീകരിച്ചതോടുകൂടി ഇത് സർക്കാരിന്റെ വിജയമാണെന്ന് മന്ത്രി P. രാജീവ് ഇന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗവർണറുടെ മുഖത്തേറ്റ അടിയാണെന്നാണ് CPM-ന്റെ വിലയിരുത്തൽ. ഇക്കാര്യം MV ഗോവിന്ദനും പറഞ്ഞിരുന്നു. സർക്കാർ എടുത്ത തീരുമാനമാണ് ശരിയെന്ന് രാഷ്ട്രപതി ബില്ലിൽ ഒപ്പുവെച്ചതോടെ വ്യക്തമായിട്ടുണ്ടെന്ന് P. രാജീവ് പറയുന്നു. ഇതേക്കുറിച്ച് VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി അനുകൂല നിലപാടെടുത്തതോടുകൂടി സർക്കാരിന് വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ്. അത് ആശ്വാസം എന്നതിനപ്പുറത്തേക്ക് ഗവർണർക്കെതിരായ പോരാട്ടത്തിൽ വലിയ ഊർജം സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിക്കും നൽകുന്ന തീരുമാനമാണ് രാഷ്ട്രപതിയുടെ ഭാഗത്ത് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഗവർണർ ദീർഘകാലം അനിശ്ചിതമായി പിടിച്ചുവച്ച ബില്ലാണ് രാഷ്ട്രപതിക്ക് പിന്നീട് അയക്കുകയും രാഷ്ട്രപതി ഇപ്പോൾ അതിൽ സർക്കാരിന് അനുകൂല തീരുമാനം എടുക്കുകയും ചെയ്തത്. തികച്ചും അപ്രതീക്ഷിതമായ നീക്കമാണ് സർക്കാരിന് രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഉണ്ടായത്. ഏതായാലും അത് ജനാധിപത്യത്തിന്റെ വിജയമായാണ് സർക്കാർ കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. ലോ മെയ്ഡ് ബൈ പാർലമെന്റും ലോ മെയ്ഡ് ബൈ സ്റ്റേറ്റ് ലെജിസ്ലേറ്ററും തമ്മിൽ മെയ്ഡ് ബൈ എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും മെയ്ഡ് ബൈ അല്ല, പക്ഷെ ഇപ്പൊ അങ്ങനെ ഇന്റർപ്രിട്ടേഷനിൽ നിൽക്കുന്നത്. ആ ഇന്റർപ്രിട്ടേഷൻ നിൽക്കുമ്പോൾ പോലും ഇപ്പോഴത്തെ UGC റെഗുലേഷനുമായിട്ട് യാതൊരു കോൺട്രഡിക്ഷനും ഇപ്പൊ പാസ്സാക്കിയ നിയമങ്ങൾക്കില്ല. സാധാരണഗതിയിലാണെങ്കിൽ അതും വരേണ്ടതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് അങ്ങനെ ഇന്റർപ്രിട്ടേഷനൊന്നും സാധ്യതയില്ല. ഇംഗ്ലീഷ് അക്ഷരവും വാചകവും അറിയാവുന്നൊരു ഗ്രാമർ പോലും വേണ്ടത്ര പിടുത്തല്ലെങ്കിൽ പോലും ഇത് ഒപ്പിടേണ്ടതാണെന്ന് പെട്ടെന്ന് മനസ്സിലാകാവുന്നതാണ്. അതുകൊണ്ടായിരിക്കും വേഗത്തിൽ വന്നിട്ടുണ്ടാവും. എന്നാൽ ലോകായുക്തയുടെ പല്ലും നഖവും കൊഴിക്കുന്ന തീരുമാനമാണ് സർക്കാരിന്റെ ഭാഗത്തുണ്ടായെന്ന വിമർശനം നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചതാണ്. ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ച
മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ വിധി ദൗർഭാഗ്യകരമെന്ന അഭിപ്രായമാണ് ഇപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. കേരള ലോകായുക്ത ഭേദഗതി നിയമത്തിന് അനുമതി കൊടുത്ത രാഷ്ട്രപതിയുടെ തീരുമാനം ദൗർഭാഗ്യകരമാണ്. ഇന്ന് ഇതോടുകൂടി ലോകായുക്ത നിയമം തന്നെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായിരിക്കുകയാണ്. ഏതായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിൽ വളരെ നിർണായകമായി രാഷ്ട്രപതിയുടെ ഈ തീരുമാനം മാറും. ഇനിയും നിരവധി ബില്ലുകൾ ഗവർണറുടെ തീരുമാനം കാത്ത് രാജ്ഭവനിലുണ്ട്. രാഷ്ട്രപതിക്ക് ഗവർണർ കൈമാറിയ ബില്ലുകളുമുണ്ട്. സ്വാഭാവികമായും ലോകായുക്ത ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി അനുമതി നൽകിയതോടുകൂടി ഗവർണർ ഒപ്പുവെക്കേണ്ടി വരും. അത് നിയമമായി മാറും. അത് സംസ്ഥാനത്ത് പുതിയ ലോകായുക്തയുമായി ബന്ധപ്പെട്ട വിധിയിലൊക്കെ പുതിയ കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുമെന്ന ഉറപ്പാണ്. സർക്കാരിന് വലിയ ആശ്വാസമാണ്. ഇനി മുതൽ മുഖ്യമന്ത്രിക്കെതിരായ ഒരു വിധി ലോകായുക്തത്തിനുണ്ടായാൽ നിയമസഭ അതിന്റെ അപ്പലേറ്റ് അതോറിറ്റിയാകും. മന്ത്രിമാർക്കെതിരെയുള്ള വിധിയിൽ മുഖ്യമന്ത്രിയും MLA-മാർക്കെതിരെയുള്ള വിധിയിൽ സ്പീക്കറും അപ്പലേറ്റ് അതോറിറ്റിയായി മാറും. തീരുമാനമെടുക്കേണ്ടത് അവിടെയാകും. ഇത് സ്വാഭാവികമായും ഭരണകക്ഷിക്ക് അനുകൂലമായി ലോകായുക്ത വിധി മാറ്റിമറിക്കപ്പെടും. ഭരണപക്ഷത്തിന് എതിരാണ് വിധിയെങ്കിൽ അത് അനുകൂലമാക്കാൻ ഈ പുതിയ നിയമ ഭേദഗതിയുടെ കഴിയും. അതുകൊണ്ട് തന്നെ ലോകായുക്തയുടെ അന്തസത്ത തന്നെ ചോദ്യം ചെയ്യുന്നതെന്ന വിമർശനമാണ് പൊതുവിൽ ഉയരുന്നത്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ആരോപണങ്ങൾക്ക്, രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് സർക്കാർ മറുപടി പറയേണ്ടിയും വരും. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി കേസിൽ SFIയുടെ അന്വേഷണം തുടങ്ങുന്നതിന് മുൻപ് വിജിലൻസിന്റെ ഒരു അന്വേഷണം തുടങ്ങിയിരുന്നു. പക്ഷേ ഈ വിജിലൻസിന്റെ അന്വേഷണം എവിടെ എത്തിയെന്ന് ആർക്കും അറിയില്ല. ഒരു തരത്തിലുള്ള റിപ്പോർട്ടും വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമില്ല. മാത്യു കുഴൽനാടൻ MLA ഇതിനെതിരെ വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. ഇന്ന് വിജിലൻസ് കോടതി വിജിലൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ അന്വേഷണത്തിലെ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്ന്. ഇത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. വിജിലൻസ് അന്വേഷണം മെല്ലെ പോകുന്നുണ്ടോ എന്ന സംശയമാണ് വിജിലൻസ് കോടതിക്കുണ്ടായത്. അത് എല്ലാവർക്കും ഉള്ള ഒരു സംശയം തന്നെയാണ്. വിജിലൻസിനോട് എന്തായാലും ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിജിലൻസ് കോടതി. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഡാൻ കുര്യൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. വിജിലൻസ് എന്തായാലും ഇതിൽ വലിയ അന്വേഷണം നടത്തില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ മകൾ കൂടി ഉൾപ്പെട്ട ഒരു കേസായതിനാൽ ഇന്ന് ഈ മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു? കഴിഞ്ഞ ദിവസമാണല്ലോ അദ്ദേഹം ഹർജി നൽകിയത്. എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്? കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്കറിയാം മഞ്ജുഷ്, കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വിജിലൻസിനെ നേരിട്ട് മാസപ്പടി വിവാദത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അടക്കം ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിജിലൻസിന് മാത്യു കുഴൽനാടൻ MLA പരാതി നൽകിയത്. പക്ഷേ അതിന്മേൽ നടപടി മെല്ലെപ്പൊക്കാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് വിജിലൻസ് കോടതിയിൽ മാത്യു കുഴൽനാടൻ്റെ ഹർജി വന്നത്. ആ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വരുന്ന 14-ാം തീയതിക്കകം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അതായത് നിലവിലെ അന്വേഷണ പുരോഗതിയുടെ കൃത്യമായ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. നിലവിൽ എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നതെന്നും കോടതിയുടെ പരാമർശമുണ്ട്. നമുക്കറിയാം, മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം മകൾ വീണ വിജയനും പുറമെ കൊച്ചിൻ മിനറൽസിന്റെ MD, KMML, ഇന്ത്യൻ റെയർ എർത്ത്, എക്സലോജിക്ക് തുടങ്ങിയവരും ഇതുമായി ബന്ധപ്പെട്ട പ്രതിസ്ഥാനത്തുണ്ട്. എന്തായാലും നിയമ പോരാട്ടത്തിലേക്ക് മാറുകയാണ് മാസപ്പടി വിവാദം. അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും മാത്യു കുഴൽനാടൻ തന്നെ ഈ വിജിലൻസിന് ആദ്യഘട്ടത്തിൽ നൽകിയ പരാതിയിന്മേൽ തുടർ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല, ഇത് വെറും ആരോപണങ്ങളാണ് എന്ന തരത്തിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വിമർശനങ്ങളും അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നതിനിടയിലാണ് ഈ ഹർജി വിജിലൻസ് കോടതിയുടെ പരിഗണനയിലെത്തിയിരിക്കുന്നത്. എന്തായാലും കോടതിയുടെ ഉത്തരവിന്മേൽ വിജിലൻസ് എന്ത് തരത്തിലുള്ള റിപ്പോർട്ടായിരിക്കും ഇനി കോടതിയിൽ സമർപ്പിക്കുക എന്നതാണ് ശ്രദ്ധേയം. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഈ വരുന്ന 14 ദിവസത്തിനകത്ത് നടക്കുകയോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തുടർ നടപടികൾ ഉണ്ടാവുകയോ ചെയ്താൽ അത് വലിയ തരത്തിലുള്ള വിവാദങ്ങൾക്ക്, ചർച്ചകൾക്കൊക്കെ വഴിവെക്കുന്ന സാഹചര്യമായി മാറും. എന്തായാലും 14-ാം തീയതിയാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസിനോട് വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. മഞ്ജുഷ്, ശരി, എന്തായാലും ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വിജിലൻസ് അന്വേഷണം മെല്ലെ പോകുന്നു, ഒന്നും നടക്കുന്നില്ല എന്നുള്ള സംശയം ബലപ്പെടുന്ന സമയത്താണ് മാത്യു കുഴൽനാടൻ MLA ഇങ്ങനെയൊരു ഹർജിയുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചതും എന്താണ് നടക്കുന്നത്, എന്താണ് റിപ്പോർട്ട് എന്നുള്ള കാര്യം കോടതിക്ക് നൽകുവാൻ വിജിലൻസ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. എന്തായാലും മാർച്ച് 14-ാം തീയതി ഇങ്ങനെയൊരു റിപ്പോർട്ട് വിജിലൻസിന് കോടതിയിൽ നൽകേണ്ടി വരും. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ഹിമാചൽ പ്രദേശിൽ വീണ്ടും രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാവുകയാണ്. കഴിഞ്ഞ ദിവസം ക്രോസ് വോട്ടിംഗ് നടത്തിയ 6 MLA-മാരെ
അയോഗ്യരാക്കിയിരിക്കുകയാണ് സ്പീക്കർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സർക്കാരിനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ സ്പീക്കർ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കൂറുമാറിയ MLA-മാരെ, വിമത MLA-മാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, BJP ഇവിടെ വിശ്വാസം തെളിയിക്കണം കോൺഗ്രസ് സർക്കാർ എന്നാവശ്യപ്പെട്ട സമയത്ത് 6 MLA-മാർ അയോഗ്യരാകുന്നതോടുകൂടി ഇതെന്തായാലും നിയമ പോരാട്ടത്തിലേക്ക് പോകും, അതിൽ സംശയമില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 6 MLA-മാർ ഇല്ലാതെ വരുമ്പോൾ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുവാനായിട്ട് കോൺഗ്രസിന് കഴിയുമല്ലോ, 62 അംഗസംഖ്യ ചുരുങ്ങുന്നതിനാൽ. അപ്പോൾ ഇപ്പോൾ തന്നെ 34 പേർ ഒപ്പമുണ്ടല്ലോ കോൺഗ്രസിന്റെ. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. കാരണം താൽക്കാലിക ആശ്വാസം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. കാരണം 68 അംഗ നിയമസഭയിൽ 6 MLA-മാരാണ്, അതായത് കോൺഗ്രസിന് 40 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ 6 MLA-മാരാണ് BJPക്ക് അനുകൂലമായി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. ഏതായാലും ഇവരെ അയോഗ്യരാക്കുന്നതോടുകൂടി അംഗബലം, നിയമസഭയുടെ അംഗബലം 62 കുറയും. അപ്പോൾ കോൺഗ്രസിന് 34 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 32 പേരുടെ പിന്തുണയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം താൽക്കാലിക ആശ്വാസമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി കോൺഗ്രസിന്റെ മുമ്പിലുള്ള കടമ ഇനി ഒരു MLA പോലും BJP പാളയത്തിലേക്ക് പോകാതിരിക്കാനുള്ള ശ്രമം നടത്തുക ആണ് ലക്ഷ്യം. ഏതായാലും രാവിലെ മുഖ്യമന്ത്രി MLA-മാരുടെ യോഗം വിളിച്ചിരുന്നു. ഏതാണ്ട് എല്ലാ MLA-മാരും ആ യോഗത്തിൽ പങ്കെടുത്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാത്രവുമല്ല AICC പ്രതിനിധികളായ DK ശിവകുമാറും ഭൂപീന്ദർ സിംഗ് ഹൂഡയും ബാഗേലും നിലവിൽ ഷിംലയിൽ തുടരുകയാണ്. ഇവർ ഇന്നലെ പാർട്ടിക്കൊപ്പം നിൽക്കുന്ന എല്ലാ MLA-മാരുമായി പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ തേടുകയും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് സമർപ്പിക്കും. അതിനുശേഷം ഹൈക്കമാൻഡ് തുടർ നടപടി കൈക്കൊള്ളും എന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കിയത്. ലഭിക്കുന്ന സൂചന അനുസരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയിൽ അടക്കമുള്ളവരെ മാറ്റിക്കൊണ്ടൊരു പരീക്ഷണത്തിന് ഹൈക്കമാൻഡ് തയ്യാറായേക്കും. അതുവരെ തൽസ്ഥിതി തുടരണമെന്ന നിർദ്ദേശമാണ് ഈ സംഘം മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് സൂചന. ഇന്നലെ വിമത MLA-മാരുമായി ചർച്ച നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും അത് പരാജയപ്പെട്ടു. ഈ സംഘം എത്തുന്നതിന് മുമ്പ് തന്നെ സ്പീക്കറുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ട് ഈ 6 പേരും ഹരിയാനയിലേക്ക് തന്നെ മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. കാരണം സ്പീക്കർ ഇന്നലെ തന്നെ ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ഇവർ 7 ദിവസത്തെ സാവകാശം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നത് പാർട്ടി നൽകിയ വിപ്പ് ഈ 6 പേരിൽ ലംഘിച്ചു. ധനബില്ലടക്കം പാസ്സാക്കുമ്പോൾ ഇവർ സഭയിൽ ഹാജരായിരുന്നില്ല എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം ഇവർ കോൺഗ്രസ് ടിക്കറ്റിലാണ്, കോൺഗ്രസ് ചിഹ്നത്തിലാണ് നിയമസഭയിലേക്ക് വന്നത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം നടപടി കൈക്കൊണ്ടിരിക്കുന്നതാണ് സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും MLA-മാരുടെ ഭാഗത്തുനിന്ന് പ്രതികരണവും വന്നിട്ടുണ്ട്. കാരണം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വിപ്പ് ബാധകമല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെയും കോൺഗ്രസിന്റെയും സമ്മർദ്ദത്തെ തുടർന്നാണ് ഇപ്പോൾ നടപടി കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യും എന്നാണ് ഇപ്പോൾ വിമത MLA-മാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടതുപോലെ, ഈ ഓപ്പറേഷൻ താമരയുടെ ഭാഗമായി മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടതുപോലെയുള്ള ഒരു വലിയ നിയമ പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പക്ഷേ ഈ വിശ്വാസ വോട്ടെടുപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ കുറച്ചംഗങ്ങളെ, BJP അംഗങ്ങളെ സസ്പെൻഡ്, സഭയിൽ നിന്ന് പുറത്താക്കിയ ഒരു സംഭവം ഉണ്ടായിരുന്നുവല്ലോ, അത് എന്തായി? അതിലെന്തെങ്കിലും പുതിയ എന്തെങ്കിലും നീക്കങ്ങളുണ്ടോ? നിലവിൽ ഏതായാലും സർക്കാർ സുരക്ഷിതമാണെന്ന് തന്നെ പറയാം. കാരണം 34 പേർ കോൺഗ്രസിനൊപ്പം നിൽക്കുമ്പോൾ നിലവിൽ സസ്പെൻഷൻ കൂടി കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസിന്റെ അംഗബലം 10 ചുരുങ്ങിയിരിക്കുകയാണ്. അതായത് 25 അംഗങ്ങളാണ്, BJPയുടെ അംഗബലം 10 ചുരുങ്ങിയിരിക്കുകയാണ്. കാരണം പ്രതിപക്ഷ നേതാവ് അടക്കം 15 പേരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ നിലവിൽ അത്തരമൊരു നീക്കം BJPയുടെ ഭാഗത്തുനിന്നും ഇല്ല. ഏതായാലും BJP ഇപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് സർക്കാരിന് ധാർമ്മികമായി അധികാരത്തിൽ തുടരാൻ അവകാശമില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷേ വരും നാളുകളിൽ ഇത്തരമൊരു നീക്കം ഏതായാലും BJPയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഒപ്പം തന്നെ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇനിയൊരു MLA പോലും മറുകണ്ഠം ചാടരുതെന്ന ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുകയും വിക്രമാദിത്യ സിംഗുമായി ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വിക്രമാദിത്യം ഏതായാലും രാജി പിൻവലിക്കാൻ തയ്യാറായിട്ടുള്ളത്. അപ്പോൾ തുടർ നീക്കങ്ങൾ ഏതായാലും ഹിമാചലിനെ സംബന്ധിച്ച് നിർണായകമാണ്. അത് BJP പാളയത്തിലായാലും കോൺഗ്രസ് പാളയത്തിലായാലും. ശരിയാണ് രാകേഷ്. എന്തായാലും തൽക്കാലം ഇപ്പോൾ കോൺഗ്രസിനെ ആശ്വസിക്കാം. ഈ 6 പേരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യരാക്കിയിരിക്കുകയാണ് സ്പീക്കർ. ഇതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ കേവല ഭൂരിപക്ഷം കോൺഗ്രസ് സർക്കാരിനുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു വിശ്വാസ വോട്ടെടുപ്പ് നടത്തുവാൻ എന്തായാലും BJP ആവശ്യപ്പെടുകയില്ല. പക്ഷേ ഇത് കോടതിയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ കോടതിയുടെ തീരുമാനം കൂടി നിർണായകമായി മാറും. കോൺഗ്രസിന് ഹിമാചൽ പ്രദേശിൽ ഓപ്പറേഷൻ താമര
താമരയെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുമോ, ആ രാഷ്ട്രീയ നീക്കങ്ങൾ കോൺഗ്രസിന് നടത്താൻ കഴിയുമോ, കോൺഗ്രസിന്റെ ക്രൈസിസ് മാനേജ്മെന്റ് എത്രമാത്രം വിജയം ഭരിക്കുമെന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. മറ്റൊരു വാർത്ത ബംഗാളിൽ നിന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വിവാദമായിരുന്ന സന്ദേശ് ഖലിയിലെ അക്രമ സംഭവങ്ങളും ലൈംഗിക അതിക്രമവും ഒക്കെ അത് തൃണമൂൽ കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന് തന്നെ, അവിടുത്തെ പോലീസിന് തന്നെ, ബംഗാളിലെ പോലീസിന് തന്നെ തൃണമൂലിന്റെ പ്രമുഖ നേതാവായ ഷെയ്ഖ് ഷാജഹാനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. ഇത് ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് ബംഗാൾ ഗവർണറായ CV ആനന്ദ ബോസ് പ്രതികരിക്കുകയുണ്ടായി. എന്തായാലും തൃണമൂൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായ ഒരു സംഭവമാണ് സന്ദേശ് ഖലിയിൽ നടന്നത്. MG മിഥുൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. മിഥുൻ, ഏതെല്ലാം സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമായതാണ്. തൃണമൂൽ വലിയ പ്രതിരോധത്തിലായതാണ്. ഇപ്പോൾ CV ആനന്ദ ബോസ് ഗവർണറുടെ പ്രതികരണം കൂടി വെച്ച് നോക്കുമ്പോൾ അവസാനം ഒരു രക്ഷയും ഇല്ലാഞ്ഞിട്ട് ഇത്തരമൊരു നടപടിയിലേക്ക് പോകേണ്ടി വന്നു സർക്കാരിനെ എന്നല്ലേ അനുമാനിക്കാൻ കഴിയുക? മനുഷ്യ തീർച്ചയായും, അതായത് ജനുവരി 5-നാണ് ഇതുമായി ബന്ധപ്പെട്ട, അതായത് റേഷൻ സ്കാമുമായി ബന്ധപ്പെട്ട ഷെയ്ഖ് ഷാജഹാന്റെ വസതിയിലേക്ക് ED ഉദ്യോഗസ്ഥരെത്തുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ അനുയായികൾ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തു. തുടർന്ന് അന്ന് ഒളിവിൽ പോയതാണ് ഷെയ്ഖ് ഷാജഹാൻ. അതിനുശേഷം 55 ദിവസങ്ങൾക്ക് ശേഷമാണ് ഷെയ്ഖ് ഷാജഹാനെ ഇതിപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു നടപടിയുമായി ബന്ധപ്പെട്ട അതിനുശേഷമാണ് ഈ സ്ത്രീകൾ ഈ ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും ഒപ്പം തന്നെ മറ്റു ഇടപാടുകളുമായി ബന്ധപ്പെട്ടും സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ പിന്നീട് പുറത്തു വരികയും ചെയ്തത്. അതിനെതിരെ വലിയ രീതിയിൽ TMC പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കൂടാതെ BJP അത് വലിയ ആയുധമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വലിയ ആയുധമാക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ഷെയ്ഖ് ഷാജഹാനെ ഇന്ന് അറസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു. ഇതിൽ BJPയുടെ അവിടുത്തെ സുവേന്ദു അധികാരി, അതായത് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, അതായത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് 5 സ്റ്റാർ ലെവൽ രീതിയിൽ അദ്ദേഹത്തിന് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തെ പുറത്തു നിർത്തിയാൽ ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈ ഒരു നാടകീയ രീതിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളൊരു വിമർശനമാണ് പ്രധാനമായും BJP നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും തെറ്റ് ചെയ്തവർക്കെതിരെ കർശന നടപടിയെടുക്കും, അതിന്റെ ഒരു ഉദാഹരണമാണ് ഇതാണ് എന്നാണ് ഗവർണർ ആനന്ദ ബോസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 55 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. ഷെയ്ഖ് ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് മറ്റ് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വസ്തുതാ അന്വേഷണ കമ്മിറ്റി നേരത്തെ ഇവിടെ ഈ ആരോപണവുമായി ബന്ധപ്പെട്ട അതിൻ്റെ അന്വേഷണത്തിനായി കഴിഞ്ഞ ആഴ്ച എത്തിയിരുന്നു. പക്ഷേ അന്ന് വലിയ തർക്കങ്ങളും ഈ കമ്മിറ്റിയെ തടയുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നാളെ വീണ്ടും വസ്തുതാ അന്വേഷണ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കായി ബംഗാളിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഘർഷാവസ്ഥ കണക്കിലെടുത്തുകൊണ്ട് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശരി, സന്ദേശ് ഖലി സംഘർഷത്തിൽ തൃണമൂൽ നേതാവ് ഷെയ്ഖ് ഷാജഹാൻ അറസ്റ്റിലായിരിക്കുകയാണ്. ഇനി മൂന്നാറിൽ നിന്നുള്ള വാർത്തയാണ്. മൂന്നാറിൽ കഴിഞ്ഞ ദിവസമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ഓട്ടോ ഡ്രൈവർ കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിൽ സർക്കാരിന്റെ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന ശക്തമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇടുക്കി രൂപത. ഇനിയും സർക്കാർ വന്യജീവി ആക്രമണങ്ങളിൽ ഇടപെട്ടില്ല എങ്കിൽ സമരം ശക്തമാക്കുമെന്നും നേരിട്ട് സമരരംഗത്തേക്ക് ഇറങ്ങുമെന്നും ഇടുക്കി രൂപത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത് സർക്കാരിന് വലിയൊരു തിരിച്ചടിയാണ്. അതുമാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ജോയിസ് ജോർജിനെ വീണ്ടും മത്സരിപ്പിക്കുവാൻ LDF തീരുമാനിച്ച ഈ സമയത്താണ് ഇടുക്കി രൂപത ഇങ്ങനെയൊരു ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വരും. അതുമാത്രമല്ല, നിലവിലെ MP ആയ ഡീൻ കുര്യാക്കോസ് നിരാഹാര സമരം നടത്തുകയാണ്. അദ്ദേഹത്തിന് നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നിട്ടുമുണ്ട്. കൂടുതൽ വിവരങ്ങൾ പ്രിൻസ് ജെയിംസ് നൽകും. വേനൽ കടുത്തതോടെ വന്യമൃഗാക്രമണം തുടർച്ചയായ സാഹചര്യത്തിൽ ഇടുക്കി വീണ്ടും പ്രതിഷേധ സമരങ്ങളുടെ ഭൂമികയായി മാറുകയാണ്. മൂന്നാർ ഡീൻ കുര്യാക്കോസ് MP 3-ാം ദിവസത്തിലേക്ക് നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ശല്യക്കാരായ ആനകളെ മാറ്റുന്നതിന് വേണ്ടി, തുരത്തി ഓടിക്കുന്നതിന് വേണ്ടി എന്ത് തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അതിനെ സംബന്ധിച്ചൊരു മറുപടി കിട്ടിയാൽ, ബോധ്യപ്പെടുന്ന ഒരു മറുപടിയാണെങ്കിൽ നമുക്ക് സമരം അവസാനിപ്പിക്കാം. പക്ഷെ ഈ സമയം വരെയും അങ്ങനെ ഒരു കാര്യത്തെ സംബന്ധിച്ച് RRT ഫോം ചെയ്യും, എല്ലാം സ്ട്രെങ്തൻ ചെയ്യും, നമ്മുടെ ഡ്രോൺ സർവേ ആരംഭിക്കും എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതൊന്നും ആരംഭിച്ചതായി കാണാൻ കഴിയുന്നില്ല. അപ്പോൾ വിശ്വാസ്യതയുടെ ഒരു പ്രശ്നമാണ് ഇവിടെ നിലച്ചു നിൽക്കുന്നത്. ഇടുക്കി രൂപതയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വന്യമൃഗ ആക്രമണത്തിനെതിരെ ഇടുക്കി രൂപത പ്രമേയം പാസാക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് രൂപതയുടെ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം
വൈദികനെതിരെ DFO നടത്തിയ പരാമർശത്തെയും ഇടുക്കി രൂപത വിമർശിച്ചിട്ടുണ്ട്. ഒപ്പം രൂപത അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മണിയുടെ കുടുംബത്തെ സന്ദർശിക്കുകയും ചെയ്തു. ഇതിന് ദുഃഖിക്കുന്ന കുടുംബങ്ങളോട്, അതുപോലെ തന്നെ ഇവിടെ അധിവസിക്കുന്ന ആളുകളുടെ ഭീതിജനകമായ അവസ്ഥയോട് ഇടുക്കി രൂപത അവരോടുള്ള ഞങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രകടിപ്പിക്കുകയാണ്. ഇതിൽ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം, പ്രത്യേകിച്ച് വനം വകുപ്പ് ഉണർന്ന് പ്രവർത്തിക്കണം. വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളുടെ ഈ ജീവന് സംരക്ഷണം നൽകുവാനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകും. പടയപ്പ മൂന്നാർ മേഖലയിൽ സ്ഥിരസ്ഥാനിത്യമായി. ഒപ്പം ചക്കക്കൊമ്പനും മൊട്ടവാലും കാട്ടാനക്കൂട്ടങ്ങളുമൊക്കെ വിവിധ മേഖലകളിൽ അലഞ്ഞിരിക്കുന്നുണ്ട്. കാടുവിട്ട് ഇവയെല്ലാം ജനവാസ മേഖലയിലാണ് തമ്പടിച്ചിരിക്കുന്നത്. ഒപ്പം മറയൂർ മേഖലയിൽ കാട്ടുപോത്തുകളുടെ ആക്രമണവും തുടർച്ചയായിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിനാണ് ഇടുക്കിയിൽ കളമൊരുങ്ങുന്നത്. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത. ഇടുക്കിയിൽ നിന്നും പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18. UDFന്റെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ ആയിട്ടില്ല എങ്കിലും LDF സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ രീതിയിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ചാലക്കുടി UDFന്റെ കോട്ടയാണ്. ബെന്നി ബെഹനാൻ MP തന്നെയാണോ ചാലക്കുടിയിൽ വരാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ബെന്നി ബെഹനാന്റെ പേര് മാത്രമാണ് ചാലക്കുടിയിലേക്ക് പരിഗണിക്കുന്നതും. പക്ഷേ C രവീന്ദ്രനാഥ് ഒരു പടി മുന്നിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. ചാലക്കുടി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് C രവീന്ദ്രനാഥിന്. അദ്ദേഹത്തിന്റെ പ്രതികരണം. സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ് ചാലക്കുടി മണ്ഡലം. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥാണ് ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. ആത്മവിശ്വാസം എങ്ങനെയാണ്? പൂർണ്ണമായ ആത്മവിശ്വാസമാണ്. LDF ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ വിജയിക്കും. കൊടകരയുടെ അവസാനത്തെ MLA ആണ്, പുതുക്കാടിൻ്റെ ആദ്യത്തെ MLA ആണ്. ഇവിടെ രണ്ടിടത്തും ഒരു മോഡൽ, അതായത് സംസ്ഥാനത്തിന് കാണിച്ചു കൊടുക്കാവുന്ന എക്കാലത്തെയും മികച്ച ഒരു മോഡൽ മാഷ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ചാലക്കുടിയിലും അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അത് നേരത്തെ പറഞ്ഞ പോലെ കൊടകര നിയോജകമണ്ഡലത്തിലും പുതുക്കാട് നിയോജകമണ്ഡലത്തിലും സുസ്ഥിര വികസന പദ്ധതി എന്ന രീതിയിൽ മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ സഹായത്തോടുകൂടി, ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സഹായത്തോടുകൂടി ഇവിടെ അതേപോലെ തന്നെ പല മാതൃകകൾ സൃഷ്ടിക്കാനുള്ള ഭൂമിക ഉണ്ട്. ഇപ്പോൾ കാലടി സർവകലാശാല ഈ മണ്ഡലത്തിലാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ച നവകേരള സങ്കല്പം ഉണ്ട്. ആ നവകേരള സങ്കല്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈജ്ഞാനിക സമൂഹം എന്നുള്ളതാണ്. അത് ആധുനിക നോളജ് ഇക്കോണമിയിൽ ഒരു വലിയ സ്ഥാനമുള്ളതാണ്. അപ്പം അതിൽ ഏറ്റവും സാധിക്കുന്ന ഒരു മണ്ഡലമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ആധുനികത ഏറ്റവും കൂടുതൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത്. അതുപോലെ തന്നെ മറ്റ് മേഖലകളിലും, സാംസ്കാരിക മേഖലയിലായാലും പ്രത്യേകിച്ച് വ്യവസായ മേഖലയിൽ അത് പലതരത്തിലുള്ള വ്യവസായ സാധ്യതകളും പുതിയത് വരികയാണ്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം ഒരു വലിയ കുതിച്ചുചാട്ടം ആധുനിക തലത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതെല്ലാം പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് ചാലക്കുടി നിയോജക മണ്ഡലം. ആ രീതിയിൽ ഒരു മാതൃക, ഒരു വലിയ മാസ്റ്റർ പ്ലാനോടുകൂടി തന്നെ തുടങ്ങേണ്ട വലിയൊരു സംഭവമാണ്. കാരണം ഒരു ലോക്സഭയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി, MP എന്ന രീതിയിൽ താഴെത്തട്ടിലുള്ള എല്ലാ ജനപ്രതിനിധികളുടെ ആവശ്യവും പ്രവർത്തനവും ഏകീകരിക്കണം. ഇൻറ്റഗ്രേഷൻ, അതാണ് ഈ അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ താഴെത്തട്ടിൽ നിന്ന് വരുന്ന ജനങ്ങളുടെ അഭിപ്രായവും ജനപ്രതിനിധികളുടെ പ്രവർത്തനവും ഏകോപിപ്പിച്ച് അതിൻ്റെ ഏറ്റവും മുകളിൽ കേന്ദ്ര തലത്തിൽ നിന്നും ചെയ്യേണ്ട സഹായങ്ങൾ ചെയ്തതാണ് യഥാർത്ഥത്തിൽ MP എന്ന രീതിയിൽ ചെയ്യേണ്ടത്. ആ രീതിയിൽ ഒരു മാതൃക സൃഷ്ടിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചരിത്രം എടുത്താൽ തന്നെ UDFനൊപ്പം കുറേ കാലം നിന്നിട്ടുള്ള ഒരു മണ്ഡലമാണ്. എന്നാൽ അട്ടിമറി വിജയങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ വലിയ ഒരു ഉത്തരവാദിത്തമാണ് പാർട്ടി മാഷിൻ്റെ മേലെ ചുമലിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ എങ്ങനെ പ്രായോഗികമാക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇത് ഒരു വലിയ രാഷ്ട്രീയ സമരമാണ്. ഇന്ത്യ നിലനിൽക്കണമോ വേണ്ടയോ എന്ന ചോദ്യം പോലും ഉന്നയിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ സമരമാണ്. ആ രാഷ്ട്രീയ സമരത്തിൽ പങ്കാളിയാവാൻ എനിക്ക് അവസരം തന്ന ഇതിന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട് എൻ്റെ പ്രസ്ഥാനത്തിനോട്. അതേസമയം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഇടതുപക്ഷ പ്രവർത്തകർ പലരും ജയിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവിൽ കൂടുതൽ ജയിച്ചിട്ടുള്ള UDFൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ ഇടതുപക്ഷ മനസ്സുണ്ട് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇതിന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഇവിടുന്ന് ഇടതുപക്ഷ നേതാക്കൾ വിജയിച്ചിട്ടുള്ളത്. ആ ഇടതുപക്ഷ മനസ്സും വർത്തമാനകാല രാഷ്ട്രീയവും, അതായത് ഇടതുപക്ഷത്തിന് അനുകൂലമായ മതനിരപേക്ഷത, ഫെഡറലിസം,
ആ സങ്കല്പങ്ങളെല്ലാം ചേർത്ത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷമുള്ളപ്പോൾ ചാലക്കുടിയുടെ ഇടതുപക്ഷ മനസ്സും ഈ രാഷ്ട്രീയ അന്തരീക്ഷവും സൃഷ്ടിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഡെൻസിറ്റി ഉണ്ട്. അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ തരത്തിലും രാഷ്ട്രീയമായി അതിൻ്റെ ശാസ്ത്രം നോക്കിയാലും അതിൻ്റെ ചരിത്രം നോക്കിയാലും ഈ തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിലൂടെ ജയിക്കും. തൃശ്ശൂർ മണ്ഡലത്തിലെ കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളും കൂടി ഇൻക്ലൂഡാണ് ചാലക്കുടിയിൽ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ കുറച്ച് നിയമസഭാ മണ്ഡലങ്ങളും കൂടി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മോദി ഇപ്പോൾ BJPക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി പ്രചാരണത്തിനെത്തുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു വോട്ട് മറിയും, അങ്ങനത്തെ ഒരു ആശങ്കയുണ്ടോ? ഒരിക്കലുമില്ല. ഇന്ന് ഇന്ത്യയിൽ പിന്നെ വർഗീയ ചിന്ത ഉണർന്നു വരാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ജനങ്ങൾ പറയുന്നത് ഇടതുപക്ഷം എന്ന് തന്നെയാണ്. അതിലൊരു സംശയമില്ല. അതായത് ജനങ്ങൾക്ക് അനുഭവത്തിലൂടെയും സൈദ്ധാന്തികമായിട്ട് പണ്ടേ നമുക്കറിയാം, അനുഭവത്തിലൂടെയും വർഗീയത ചെറുക്കാൻ മതനിരപേക്ഷതയെ കാത്തു സൂക്ഷിക്കാൻ. ഞാൻ ചോദിച്ചത് പാർട്ടി വോട്ടുകളെ പറ്റിയല്ലേ. ഇപ്പം മാഷിനൊരു വൈബുണ്ട്, മാഷ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു എന്താ പറയുക വൈബിൽ, അതെ ഇമേജിൽ നിന്നുണ്ടാകുന്ന കുറച്ച് നിഷ്പക്ഷ വോട്ടുകളുണ്ടല്ലോ, ഞാൻ അതിനെ പറ്റിയാണ്. തീർച്ചയായിട്ടും അതുണ്ടായിരിക്കും. അതല്ല പ്രധാനപ്പെട്ടത്. പ്രസ്ഥാനത്തിനാണ് വോട്ട്. മറ്റേ വ്യക്തികൾക്ക് വോട്ടുണ്ടാവാം, ചില സംഘടന, അതൊക്കെ വളരെ ചെറിയൊരു ശതമാനമായിരിക്കും. ബൾക്ക് വോട്ട് എന്ന് പറയുന്നത് പ്രസ്ഥാനത്തിനുള്ള വോട്ട് തന്നെയാണ്. പ്രസ്ഥാനം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധി വെക്കണമെന്നല്ല. സി രവീന്ദ്രനാഥിന് വലിയ സ്ഥാനമൊന്നുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് അവിടെ സ്ഥാനം. അതുകൊണ്ട് ഒരു ഉത്തരം എന്ന രീതിയിൽ പ്രസ്ഥാനത്തിന് വോട്ട് കിട്ടും എന്നുള്ളത് തന്നെ. അതിൻ്റെ കൂടെ ചില നേരത്തെ പറഞ്ഞ പോലെ മാതൃക സൃഷ്ടിച്ചുകൊണ്ടുള്ള ചില നിഷ്പക്ഷ വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏത് വെച്ച് നോക്കിയാലും ഈ തവണ ചാലക്കുടിയിൽ ഇടതുപക്ഷം ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഞങ്ങൾ ചാലക്കുടി തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് സി രവീന്ദ്രനാഥ് പറയുന്നത്. ഇതേ പ്രതികരണം തന്നെയാണ് എ വിജയരാഘവൻ പാലക്കാട് നിന്നും നൽകുന്നത്. പാലക്കാട് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ LDFന് നഷ്ടമായ മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ LDF ഇത് തിരിച്ചു പിടിക്കുമെന്നാണ് എ വിജയരാഘവൻ പറയുന്നത്. എ വിജയരാഘവൻ ന്യൂസ് 18 കേരളവുമായി സംസാരിച്ചു. LDF പാലക്കാട് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നു. നമസ്കാരം. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തി കാണിക്കുന്നത് എന്താണ്? അതായത് ഇടതുമുന്നണി വലിയൊരു പ്രതിസന്ധികളുടെ ഒരു കാലം കൂടിയാണത്. കാരണം പെൻഷനുമായി ബന്ധപ്പെട്ടത്, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ഈ സംസ്ഥാന സർക്കാർ അഭിമുഖീകരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പ്രധാനമായും വോട്ടർമാരോട് പറയുക? എല്ലാ സംസ്ഥാനം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾ ഈ രാജ്യമാകെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ തൊഴിലില്ലായ്മ, ലോകത്തെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഇന്ത്യയിലാണ്. സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ടാവും. വിലക്കയറ്റം, ഭക്ഷ്യധാന്യങ്ങളുടെ വിലക്കയറ്റം 10%-നും 5%-നും ഇടയിലാണ് ഇന്ത്യയിൽ. സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രതിഫലനം കേരളത്തിലുണ്ടാവും. നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റുമാണ്. പിന്നെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള ഭരണകൂട പിന്മാറ്റം, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള പണത്തിന്റെ നീക്കിയിരിപ്പിൽ വരുത്തിയ വെട്ടിക്കുറവ്, ഇതൊക്കെ നടത്തുന്നത് അവിടെയാണ്. കൂടുതൽ സാമ്പത്തിക അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നത് എവിടെയാണ്? കേന്ദ്രത്തിലാണ്. നികുതി മുഴുവൻ പിരിച്ചുകൊണ്ട് പോണതാരാ? കേന്ദ്ര. പഴയതുപോലെയല്ല. പണ്ട് ഇവിടെ നികുതി പിരിക്കാം. ഇപ്പൊ നികുതി പിരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് തന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ സംസ്ഥാനങ്ങളുടെ ഈ സാമ്പത്തിക അവകാശങ്ങൾക്ക് മേലെ സാമ്പത്തിക ഫെഡറലിസത്തിന് വലിയ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കേരളം നടത്തുന്ന നല്ല നിയമനിർമ്മാണങ്ങളുടെയും സാധാരണ ജനങ്ങളുടെ താല്പര്യത്തിന് അനുഗുണമായ പരിപാടികളുടെയും വേഗതയുള്ള നടത്തിപ്പിന് തടസ്സം സൃഷ്ടിക്കുക. അത് ആ നിലയിലുണ്ടായ പ്രശ്നങ്ങളല്ലാതെ മറ്റു പ്രശ്നം കേരളത്തിലില്ല. കേരള ഗവൺമെന്റിന്റെ എന്തെങ്കിലും പരിമിതി കൊണ്ടല്ല ഈ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നത്. സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയമായ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യും. പാർലമെന്റും അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വേദിയാക്കി മാറ്റണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. അതിനു പറ്റിയ സ്ഥാനാർത്ഥി നിർത്തിയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. പ്രധാനമായും പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ ഈ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കർഷകരുടെ കുറേ പ്രശ്നങ്ങളുണ്ട്. കാരണം ബാങ്ക് വഴിയുള്ള വായ്പ അവർക്ക് കൃത്യമായി കിട്ടാത്തൊരു സ്ഥിതിവിശേഷങ്ങളുണ്ട്. ഇതിലെല്ലാം തന്നെ പൊതുവെ ഈ വിമർശിക്കപ്പെടുന്നത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇതിലൊക്കെ ഏത് തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ കഴിയും? അല്ല, ഇത് ഇപ്പോൾ ഈ ബാങ്ക് കർഷകർക്കെതിരായിട്ട് ബാങ്കിലെ സമീപനമൊക്കെ വരുന്ന സർഫാസി നിയമങ്ങൾ ആരുണ്ടാക്കിയ നിയമം കൃഷിക്കാൻ അനുഭവിക്കുന്നത്?
സർഫാസി നിയമം കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയതാണോ? അല്ല, അത് കേന്ദ്രം ഉണ്ടാക്കിയ നിയമങ്ങളാ. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രം നിയമം ഉണ്ടാക്കുക, അപ്പോൾ പാവങ്ങൾക്ക് വിഷമം ഉണ്ടാവുക, അപ്പോൾ അതിൻ്റെ ഉത്തരവാദി സംസ്ഥാനമാണ് എന്ന അർത്ഥത്തിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കുഴപ്പമില്ല, സംസാരിച്ചോളൂ. പക്ഷേ ആളുകൾക്ക് ഇതറിയാം. ആളുകൾക്ക്, നമ്മൾ ഈ സാധാരണ മനുഷ്യന് ഒരു വിവരമില്ലാതെ നമ്മൾ കരുതി, ഞാനും കരുതാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങൾക്ക് ഇതറിയാം. എന്നാലും ഇപ്പോൾ ജനങ്ങളൊരു പ്രശ്നം അനുഭവിക്കുമ്പോൾ നമ്മൾ ആ പ്രശ്നങ്ങളോട് അനുഭാവപൂർണമായ സമീപനമാണ് സ്വീകരിക്കുക. ഒരിക്കലും ഇപ്പോൾ പ്രശ്നമുണ്ട്, അവർക്ക് കേന്ദ്രത്വം വന്നതാണ്, അതുകൊണ്ട് അത് തീരട്ടെ, അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ സമീപനം സ്വീകരിക്കുക. ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ലഘൂകരിക്കാനുള്ള എല്ലാ ആത്മാർത്ഥമായ പരിശ്രമവും സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നടത്തും. ബാക്കി നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടതാണ്. അത് നമ്മളവിടുന്ന് നമ്മുടെ ഒരു അവകാശം എന്ന നിലയിൽ പിടിച്ചു വാങ്ങേണ്ടതുണ്ട്. LDFന്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയായതോടുകൂടി സ്ഥാനാർത്ഥികൾ എല്ലാവരും പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ്. A. വിജയരാഘവൻ പാലക്കാട്ട് വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയായിരുന്നു. പകൽ വാർത്ത അവസാനിക്കുകയാണ്. അതിനു മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5735, പവന് 45,880. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4775, പവന് 38,200. വെള്ളി ഗ്രാമിന് 75, കിലോയ്ക്ക് 75,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പോർട്ട് ലൈവുമായി ടോം കുര്യാക്കോസ് ചേരും.